നമസ്കാരം കൂട്ടുകാരെ, ഡി ക്ലോഡീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കൂട്ടുകാരെ കാണിക്കുന്നത് നമ്മൾ റീവർക്ക് ചെയ്ത് കഴിഞ്ഞ ഒരു ആംപ്ലിഫയർ ആണ്. ഇതിപ്പോൾ നമ്മളൊരു AVRന് വേണ്ടി നിർമ്മിച്ചെടുത്തിട്ടുള്ള ഒരു സബ് ആംപ്ലിഫയർ ആണ്. അപ്പൊ ഇതില് ഇൻഫിനിറ്റിയുടെ 2 സബ് ഓഫറാണ് നമ്മൾ ഇതിൽ ലോഡ് ചെയ്യുന്നത്. നല്ല ഓഡിയോ ക്ലാരിറ്റി ഉള്ള, നല്ല ഹെവി ആയിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ് ഈ ഒരു ഐറ്റം. ഇന്ന് നമ്മൾ പറയാൻ പോണത് ഈ ഒരു ആംപ്ലിഫയറിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ AVRന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെയുള്ള നല്ല പവർഫുൾ ആയിട്ടുള്ള ആംപ്ലിഫയറുകൾ നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഒരു റീവർക്ക് കഴിഞ്ഞ ആമ്പാണ്. ഇവിടെ നമ്മുടെ ആംപ്ലിഫയറിന്റെ ഫുൾ ആയിട്ടുള്ള വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ടോട്ടൽ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിനകത്ത് നമ്മൾ ഈ ട്രാൻസ്ഫോമറും അതേപോലെ തന്നെ ഈ കേസും മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മളിതിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ്. ഇതിൽ 4040 ആണ് ഇതിൻ്റെ പവർ സപ്ലൈ വരുന്നത്. അതിനകത്ത് നമ്മൾ 15063ൻ്റെ 2 കപ്പാസിറ്റർ ആണ് ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മളിതിൽ കുമാറിൻ്റെ 6 ട്രാൻസിസ്റ്റർ വരുന്ന തണ്ടർ മോണയാണ് ഇവിടെ നമ്മൾ 2 ചാനലായിട്ടും ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം 350 വാട്ട്സ് RMS ആണ് ഒരു ബോർഡ് വരാം മാക്സിമം ഔട്ട്പുട്ട് കിട്ടാം. നമുക്കൊരു 300 ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. കാരണം നമ്മളൊരു ടാപ്പിംഗ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 300 വാട്ട്സ് റേഞ്ചൊക്കെ നമുക്ക് നോക്കിയാൽ മതി. പിന്നെ നമ്മൾ ഇതിനൊരു സ്പീക്കർ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ അതിൻ്റെ ടൈം ഡിലേക്ക് നമ്മൾ കുറച്ച് മാറ്റമൊക്കെ വരുത്തിയിട്ടാണ് നമ്മൾ ഇതിൽ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ തന്നെ സ്വന്തം സബ് ഫിൽറ്ററാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് സബ് ഫ്ലാറ്റ് ഫിൽറ്റർ, സബ് ബാസ് ബൂസ്റ്റർ, അതുപോലെ സബ് സോണിക് ഫിൽറ്റർ, ഇത്ര ഐറ്റംസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് മാർക്കറ്റിലുള്ള പോലത്തെ ഒരു ടൈപ്പ് അല്ല, നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിച്ചെടുത്തിട്ടുള്ള ഒരു മോഡലാണ് ഈ ഒരു ഐറ്റം. പിന്നെ ഇതിൻ്റെ ഫ്രീക്വൻസി കൺട്രോൾ വന്നിട്ട് നമ്മൾ പുറകിലാണ് വെച്ചിരിക്കുന്നത്. ഈ ആമ്പിന് ഫ്രീക്വൻസി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് സബ് ഓഫറിനായാലും നമുക്ക് ഇതിൽ മാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫാനിൻ്റെ ടെമ്പറേച്ചർ കൺട്രോളിനായിട്ട് 2 ബോർഡ് കൂടെ സെപ്പറേറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫാൻ ഹീറ്റ് ആവുന്നതിനനുസരിച്ചിട്ടാണ്, ഓരോ ആമ്പും ഹീറ്റ് ആവുന്നതിനനുസരിച്ചിട്ടാണ് ഈ 2 ബോർഡും വർക്ക് ചെയ്യുക. അപ്പോൾ ഓരോ ബോർഡിനും ഓരോ പവർ ആംപ്ലിഫയർ കണക്കാക്കിയിട്ടാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഫാൻ വന്നിട്ട് എയർ ഇന്നും ഒരു ഫാൻ വന്നിട്ട് എയർ ഔട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ 2 സബിനും ബനാന സോക്കറ്റ് വഴിയാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ഇതിൽ മുന്നേ ഉണ്ടായിരുന്നതാണ്. പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തത് ഈ ഫ്രീക്വൻസി കൺട്രോൾ മാത്രമാണ്. അത് മുന്നിൽ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഫ്രീക്വൻസി കൺട്രോൾ ബാക്കിലേക്ക് ആഡ് ചെയ്തത്. അപ്പം നല്ല പവർഫുൾ ആയിട്ടുള്ള ആംപ്ലിഫയർ ആണ്. അപ്പോൾ കസ്റ്റമറിൻ്റെ ഫുൾ ഫീഡ്ബാക്ക് വന്നതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണത്. അപ്പോൾ ആളിതിൽ 100% സാറ്റിസ്ഫൈഡ് ആണെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം.